നമസ്കാരം. ജനപക്ഷം നേതാവ് PC ജോർജ് BJPയിൽ ചേരുകയാണ്. അദ്ദേഹം ഡൽഹിയിലെത്തിയിരിക്കുന്നു. അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയുമായും സംസാരിച്ച് ഇന്ന് അദ്ദേഹം ഈ കാര്യം ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ജനപക്ഷം പിരിച്ചുവിട്ട് BJPയിൽ ചേരാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി PC ജോർജ് ഏറെ ചർച്ചാ വിഷയമായ നേതാവാണ്. അദ്ദേഹം ആദ്യം ചർച്ചാ വിഷയമാകുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം സരിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകി എന്നുള്ള ആരോപണമായിരുന്നു. എന്നാൽ അത് അദ്ദേഹം തിരുത്തിക്കൊണ്ട് തെറ്റാണ്, സരിത പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ മൊഴി കൊടുത്ത് ഉമ്മൻചാണ്ടിയെ രക്ഷപ്പെടുത്തിയ നേതാവും കൂടിയാണ് അദ്ദേഹം. അതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല, അതേസമയത്ത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് സരിതയെ കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ ക്രൈം ഇടപെട്ട് അദ്ദേഹത്തിന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുത്തു. PC ജോർജ് കണ്ടു എന്ന് പറയുന്ന ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ ഇല്ല. രേഖകളിൽ അത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹം PC ജോർജ് സരിതാ നായർ എഴുതി കൊടുത്ത ഒരു തുണ്ടുമായി കോടതിയിൽ കയറുകയും സത്യസന്ധമായി വിളിച്ചു പറഞ്ഞു, ഇത് എൻ്റെ ഡ്രസ്സ് കറുത്തതായിരുന്നു എന്ന് പറയണം, ഉമ്മൻചാണ്ടി ലുങ്കി എടുത്തതാണെന്ന് പറയണം, ഒരു മുഷിഞ്ഞ വേഷമാണ് ധരിച്ചതെന്ന് പറയണം, ക്ലിഫ് ഹൗസിൽ വെച്ച് ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് പറയണമെന്ന് പറയുന്ന കാര്യങ്ങൾ സരിതാ നായർ എഴുതി കൊടുത്തു. സ്വന്തം കൈപ്പടയിൽ സരിതാ നായർ എഴുതി കൊടുത്ത തുണ്ടുമായിട്ടാണ് കോടതിയിൽ കയറി അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മൊഴി നൽകിയത്. അദ്ദേഹം അതേപോലെ തന്നെ നമുക്കറിയാം, അവസാന കാലഘട്ടത്തിൽ KM മാണിയെ അന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും കൂടി ആട്ടിപ്പുറത്തേക്ക് രാവിലെ ഒരു ചായ പോലും കൊടുത്തിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞ കാര്യം PC ജോർജാണ് വിളിച്ചു പറഞ്ഞത്. അതേപോലെ തന്നെ PC ജോർജ് വിളിച്ചു പറഞ്ഞ മറ്റൊരു കാര്യമാണ് KM മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്നുള്ളത്. ബാർക്കോഴ വിവാദത്തിൽ അദ്ദേഹം കൃത്യമായി KM മാണി അത്രയ്ക്കും പണത്തിന് വേണ്ടി അല്ലാതെ മോഹിക്കുന്ന ഒരു ആളാണെന്നുള്ളത് കൃത്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് സരിതാ നായരുമായിട്ടുള്ള വിഷയത്തിൽ KM മാണിയുടെ മകൻ ജോസ് K മാണി സരിതാ നായരെ ചെന്നൈയിൽ വെച്ചും ഡൽഹിയിലെ സ്വന്തം പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ലഭിച്ച ഫ്ലാറ്റിൽ വെച്ചും ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം വിളിച്ചു പറഞ്ഞതും, അതോടൊപ്പം തന്നെ സെറ്റിൽ ചെയ്യാൻ 50 ലക്ഷം രൂപ PC ജോർജ് വഴി സെറ്റിൽമെൻറ്റ് നടന്നുവെന്നും KM മാണി കൊടുത്തുവെന്നും എന്നുള്ള കാര്യം അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല 10 ലക്ഷം കൊടുത്തതിൽ കുറവുണ്ടപ്പോൾ ചങ്ങനാശ്ശേരിയിലെ പെട്രോൾ പമ്പിനവിടെ വന്ന് അതും കൂടെ കൊടുത്തു എന്ന് പറയുന്നൊരു കാര്യവും കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ എന്നും വിവാദങ്ങളും ഉണ്ടാക്കുന്ന ഒരു നേതാവാണ് PC ജോർജ്. ഒരിക്കൽ അദ്ദേഹം നമുക്കറിയാം VS അച്യുതാനന്ദൻ്റെ വലങ്കൈയായിരുന്നു. 2001-2005 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദനെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ പ്രതിപക്ഷ നേതാവായി വളർത്തിയെടുക്കുന്നതിൽ PC ജോർജിൻ്റെ പങ്ക് വലുതായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത്. ക്രൈമിൻ്റെ ഓഫീസ് പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ, ഗുണ്ടകൾ അവിടെ അഴിഞ്ഞാടിയപ്പോൾ, ലാവ്ലിൻ കേസിലെ രേഖകൾ കത്തിച്ചപ്പോഴോ കൊണ്ടുപോയപ്പോഴോ അതിന് ബദലായി എല്ലാ രേഖകളും എത്തിച്ചെന്നത് PC ജോർജ് ആയിരുന്നു. മാത്രമല്ല ലാവ്ലിനിൽ സുപ്രീം കോടതിയിലടക്കം കേസ് വാദിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ എനിക്ക് തന്നു എന്നുള്ള കാര്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ കാലത്തും അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ശക്തമായ ജനകീയ നേതാവായ PC ജോർജ് ഈ അടുത്ത കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടി അദ്ദേഹത്തിന് എവിടെയും പിടിയില്ലാത്തൊരവസ്ഥ വന്നിരുന്നു. കഴിഞ്ഞ തവണ SDP-യുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രകമ്പനം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് അവിടെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി പ്രചരിപ്പിച്ചു PC ജോർജ് മുസ്ലിം വിരുദ്ധനാണെന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് തീവ്രവാദികളായ ആളുകളെ, മുസ്ലിം തീവ്രവാദികളെയാണ് ഞാൻ എതിർക്കുന്നത്, അല്ലാതെ ദേശീയതയുള്ള മുസ്ലിങ്ങളെ ഞാൻ എതിർക്കുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അത് ജനങ്ങൾ ഉൾക്കൊണ്ടില്ല. അദ്ദേഹം ആദ്യമായി ശക്തമായി പിന്തുണയുള്ള ഒരു സമയത്ത് പോലും പൂഞ്ഞാറിൽ നിന്ന് തോറ്റു. പൂഞ്ഞാറിലെ സിംഹം അതോടെ വീണു എന്ന് കരുതിയവർക്കെല്ലാം തെറ്റുപറ്റി. അദ്ദേഹം സടകുടഞ്ഞ് എഴുന്നേറ്റ് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
നമുക്കറിയാം തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഗവൺമെൻറ് അന്ന് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രസംഗം നടത്തിയെന്ന പേരിൽ അദ്ദേഹത്തെ വീട് വളഞ്ഞ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന് നിഷ്പ്രയാസം ജാമ്യം കിട്ടി. പിന്നീട് ഇതേപോലെ എറണാകുളത്ത് ഒരു ഒരു അമ്പലത്തിൽ ഇതേപോലെ പ്രസംഗിക്കുകയും ആ വെണ്ണലയുള്ള ഒരു അമ്പലത്തിൽ പ്രസംഗിക്കുകയും ആ അമ്പലത്തിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അവിടെയും മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അങ്ങനെയൊരു പ്രസംഗം നടത്തിയിട്ടില്ല എന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായി. ഇതിനിടയിൽ വീണ്ടും തിരുവനന്തപുരത്ത് കേസെടുത്തിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് വിളിച്ചപ്പോഴാണ് സരിതാ നായരുടെ പരാതിയിൽ സരിതാ നായരുടെ അദ്ദേഹം അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളപ്പരാതി കൊടുക്കുന്നതും മിനിറ്റുകൾക്കകം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയായിരുന്നു. അതായത് കള്ളക്കേസെടുത്ത് പിണറായി വിജയൻ എത്രയൊക്കെ അദ്ദേഹത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുവോ അത്രയും കെട്ടടങ്ങിയിരുന്ന PC ജോർജ് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അങ്ങനെയുള്ള PC ജോർജ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഇനി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിന് നോട്ടീസ് നൽകണം, ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണം എന്നുള്ള ഒരു വിധി വാങ്ങിക്കൊണ്ട് PC ജോർജ് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന കാര്യമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം BJPയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. BJPയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ BJPയാണ്, സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും നേതൃത്വമുള്ള BJPയാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡൽഹിയിൽ SNC ലാവ്ലിൻ അഴിമതി കേസിൽ ആരാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്? BJPയാണ്. അത് ഞാൻ നേരിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അവിടെ തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറലാണ് CBIക്ക് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹമാണ് എല്ലാ തവണയും BJP പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ തവണയും കേസ് മാറ്റിവെക്കുന്നത്. ഇപ്പോൾ 60 തവണയിൽ മേതെ മാറ്റിവെച്ചു കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞു. സത്യത്തിൽ 3-4 മാസം കൊണ്ട് ആ കേസെടുത്ത് ശരിയായ വിധി വന്നിരുന്നെങ്കിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കുമായിരുന്നു, അദ്ദേഹം അധികാരത്തിൽ നിന്ന് തെറിക്കുമായിരുന്നു, അദ്ദേഹം ജയിലിലാകുമായിരുന്നു. പിന്നീട് ഉണ്ടായ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് BJP നേതാവായ സുരേന്ദ്രനാണെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ആരാണ്? കൃത്യമായി പറഞ്ഞാൽ BJP പ്രസിഡൻ്റായ സുരേന്ദ്രനും വി മുരളീധരനും പിന്നെ യൂസഫ് അലിയും ചേർന്നുള്ള ഒരു കോക്കസാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്. ആ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന കോക്കസ് അടങ്ങിയ ഇവരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അങ്ങനെയുള്ള BJPയിലേക്ക് ചെന്നാൽ പിണറായി വിജയനെ മാസപ്പടി വിവാദത്തിൽ പോലും തൊടാൻ ധൈര്യം കാണിക്കാത്ത BJP എന്തുകൊണ്ടാണ്? കോൺഗ്രസ് മുക്ത ഭാരതം വരണമെങ്കിൽ കേരളത്തിൽ പിണറായി ഭരിക്കണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെയും. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അന്നേ BJP ഇവിടെ അധികാരത്തിൽ കയറുമായിരുന്നു. 2021 ഇലക്ഷനിൽ 67 സീറ്റുകളിൽ BJP CPMന് അനുകൂലമായി വോട്ട് ചെയ്യുകയും 28 സ്ഥലങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ CPMന് വിജയിക്കാൻ കഴിയുകയും ചെയ്തു. ആ 28 സ്ഥലങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് 71 സീറ്റുകൾ മാത്രമാണ് ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ വിജയിക്കാൻ കഴിഞ്ഞത്. 28 സീറ്റുകൾ BJPയുടെ സഹായം കൊണ്ടാണ് ജയിച്ചത്. എന്നാൽ പിണറായി വിജയനെയും 3 മന്ത്രിമാരെയും അതേപോലെ ശ്രീരാമകൃഷ്ണനെയും സ്പീക്കർ ശ്രീരാമകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്ത് ആകുമായിരുന്നു? ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എൻഫോഴ്സ്മെൻറ്റും CBIയും എല്ലാം പ്രതിപക്ഷ കക്ഷികളെല്ലാം നിരന്തരം വേട്ടയാടുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രം സംരക്ഷിച്ചു നിർത്തുന്നത്? അത് ഈ വി മുരളീധരനും അതേപോലെ K സുരേന്ദ്രനുമാണ് കാരണം, മറ്റാരുമല്ല. അപ്പോൾ ഇവർ സംരക്ഷിക്കുന്ന ആ BJPയിലേക്കാണ് നമ്മുടെ PC ജോർജും ചെല്ലുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. പക്ഷേ PC ജോർജ് വന്നാൽ അത് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ചില ഉറപ്പുകൾ നേടിയിട്ടേ വരികയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഉറപ്പ് നേടുന്നത് പിണറായി വിജയനെ അകത്താക്കണം എന്നുള്ള കൃത്യമായ ഉറപ്പായിരിക്കും. പിണറായി വിജയനെ തൂക്കിയെടുത്ത് ജയിലിലടക്കണമെന്നുള്ള കൃത്യമായ തെളിവുകളുള്ള ഉറപ്പുമായി വരുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നതും PC ജോർജ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത കേസിലാണ് ഇപ്പോൾ PC ജോർജ് കത്തിപ്പടരുന്നത്. കാരണം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും അതേപോലെ പിണറായി വിജയനും അകത്താവുന്ന കൃത്യമായിട്ടുള്ള കേസാണിത്. കാരണം ഒരു ആദായ നികുതി വകുപ്പിൻ്റെ ഇന്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കോടതി വിധിയാണ് ഇതിന് കേസിനാസ്പദം.
അത് കോടതി വിധിയിലുള്ള കാര്യമാണ് പിണറായി വിജയൻ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നത്. അതേപോലെ മകൾ വീണ എക്സാലോജിക് എന്ന കമ്പനിയുടെ പേരിൽ പണം വാങ്ങി എന്ന് പറയുന്നത്. അങ്ങനെ പി സി ജോർജ് എല്ലാ അർത്ഥത്തിലും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തൻ്റെ മകൻ വഴി തൻ്റെ പേരും പ്രശസ്തിയും അതേപോലെ താൻ പോരാട്ട വീരനായകനാണ് എന്ന് സ്വയം തെളിയിച്ചുകൊണ്ടാണ് ഡൽഹിയിലെത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ BJP നേതൃത്വത്തിന് പഴയ പോലെ പിണറായി വിജയനെ താങ്ങി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നമ്മളെ ഡൽഹിയിൽ നിന്ന് വരുന്ന പി സി ജോർജ് ഒരു സാധാരണ പി സി ജോർജ് ആയിരിക്കില്ല. പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കി ജയിലിലടയ്ക്കാൻ വേണ്ടി എല്ലാ ആയുധങ്ങളുമായിട്ട് തന്നെയായിരിക്കും, ഉറപ്പുമായിട്ടായിരിക്കും അമിത്ഷായിൽ നിന്നും അതേപോലെ നരേന്ദ്രമോദിയിൽ നിന്നും എല്ലാ ഉറപ്പും വാങ്ങിയിട്ടായിരിക്കും അദ്ദേഹം കേരളത്തിലെത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.